ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ് ഫസ്റ്റ് സെം സെക്കൻഡ് സെമ്മിൻ്റെ ഒക്കെ. അപ്പോൾ ഏതൊക്കെ നോട്ട്സ് ഉണ്ടെന്നും എങ്ങനെയാണ് അതിൻ്റെതൊക്കെ എന്നുള്ളത് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പെയ്ഡാണ് നോട്ട്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 4ാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റിന് ഇതിലൊരു യൂണിറ്റ് കൂടി ആയാൽ പ്രായോഗിക മലയാളം കഴിഞ്ഞു കേട്ടോ. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് തർജ്ജമ പഠനത്തിലെ പുത്തൻ പുതുമകളാണ്. ഡോക്ടർ സ്കറിയ സക്കറിയയുടെ ഒരു ലേഖനമാണ്. അതിനാസ്പദമാക്കിയിട്ടുള്ള വിവർത്തനത്തെ സംബന്ധിച്ച ഒരു യൂണിറ്റാണിത്. അപ്പോൾ നോക്കാം, ആദ്യം നമ്മൾ ഡോക്ടർ സ്കറിയ സക്കറിയയെക്കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം പണ്ഡിതനാണ്, ഗവേഷകനാണ്, അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ട്യൂബിങ്ങൽ സർവകലാശാലയിൽ നിന്നും ഗുണ്ടർട്ടിൻ്റെ ഗ്രന്ഥശേഖരം കണ്ടെത്തുന്നതിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. 1968 കേരള സർവകലാശാലയുടെ സജീവോത്തമ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്നും ജർമ്മൻ ഭാഷ പഠിച്ച അദ്ദേഹം വിദേശ സർവകലാശാലകളിൽ ഗവേഷണ പഠനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഒരു ഉപദേഷ്ടാവാണ് സ്കറിയ സക്കറിയ. ഇനി നമ്മുടെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലേക്ക് പോവുകയാണ്. ഒരു ഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഷാരൂപം അർത്ഥശോഷണം വരാതെ, അതായത് അർത്ഥമൊന്നും ചുരുങ്ങാതെ പകരുന്ന സത്യസന്ധനും സമർത്ഥനും നിഷ്പക്ഷനുമായ പണ്ഡിതനും ഒരു സഹൃദയനുമാണ് നല്ലൊരു തർജ്ജമക്കാരൻ എന്നാണ് പറയുന്നത്. കോളനീകരണത്തിൻ്റെ ഘട്ടത്തിൽ ബൈബിൾ തർജ്ജമയിലൂടെ വികാസം പ്രാപിച്ച സമമൂല്യ സിദ്ധാന്തം ബൈബിൾ തർജ്ജമകളോടൊപ്പം ഭാരതത്തിൽ കടന്നു വരികയും ഇവിടുത്തെ തർജ്ജമയുടെ ആദർശമായി തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ ഈ തർജ്ജമയുടെ സമമൂല്യ സിദ്ധാന്തം നമ്മൾ പിൻപറ്റുകയാണ് ചെയ്തത്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ ഭാഷയും ഓരോ തരത്തിലാണ് ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. മൂലകൃതിയുടെ അർത്ഥം മൊഴിമാറ്റം നടത്തി ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് തർജ്ജമ എന്ന സങ്കല്പം അംഗീകരിച്ചാൽ എല്ലാ തർജ്ജമകളും എല്ലാ തർജ്ജമക്കാരും വമ്പൻ പരാജയമായിരിക്കുമെന്ന് ലേഖകൻ പറയുന്നുണ്ട്. ഓരോ ഭാഷയുടെയും നിശബ്ദ മേഖലകൾ ഓരോന്നാണ്. അപ്പോൾ ഓരോ തർജ്ജമയും സാധ്യതകൾ തേടിയുള്ള അന്വേഷണം എന്ന നിലയിലാണ് വിലമതിക്കപ്പെടുന്നത്. വാൾട്ടർ ബെഞ്ചമിൻ്റെ അഭിപ്രായത്തിൽ ഉടഞ്ഞുപോയ പാത്രം കൂട്ടിച്ചേർക്കാൻ അതിൻ്റെ കഷണങ്ങൾ സമമൂല്യങ്ങളായി സമമൂല്യങ്ങളായിട്ട്, അതായത് ഉടഞ്ഞു പോയത് സമമൂല്യങ്ങളായിക്കൊള്ളണമെന്നില്ല, അവ തമ്മിൽ പൊരുത്തമുണ്ടായാൽ മാത്രം മതി. അപ്പോൾ മൂലമായിട്ട്, അതായത് യഥാർത്ഥ കൃതിയുമായിട്ട് അർത്ഥപരമായ തുല്യത തർജ്ജമക്ക് ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? മൂലവും തർജ്ജമയും ഓരോ മഹാഭാഷയുടെ ഖണ്ഡങ്ങളാവണം എന്നേ ഉള്ളൂ. ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഭാഗങ്ങളാവണം എന്നേ ഉള്ളൂ. പദാനുപദക്കാരനല്ല, സ്വതന്ത്ര തർജ്ജമക്കാരനാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുന്നതെന്നാണ് ബെഞ്ചമിൻ നിരീക്ഷിക്കുന്നത്. തൻ്റെ ഒഥല്ലോ തർജ്ജമയെപ്പറ്റി MN നായർ പറഞ്ഞത്, ഷേക്സ്പിയറുടെ മഹത്വത്തിന് നേരെ മലയാളികളുടെ കണ്ണു തുറപ്പിക്കുകയാണ് തൻ്റെ ഉദ്ദേശം എന്നാണ്. അപ്പോൾ എന്താണ്, ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന ഗ്രന്ഥം അതേപോലെ പകർത്തുകയല്ല, അതിൽ ഷേക്സ്പിയറെ പറ്റിയൊരു അവഗാഹം മലയാളികളിൽ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് MR നായർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം തർജ്ജമകളെ മാത്രമേ യഥാർത്ഥ തർജ്ജമ എന്ന് വിളിക്കാനാവൂ എന്നും അദ്ദേഹം തുറന്നെഴുതുന്നുണ്ട്. കഴിഞ്ഞ 2 ദശകത്തിനിടയിലെ മാനവ സാമൂഹിക ശാസ്ത്ര പഠനങ്ങളിലൊക്കെയും പ്രകടമായ സാംസ്കാരിക അഭിമുഖ്യത്തിൻ്റെ ഫലമായി തർജ്ജമ സിദ്ധാന്തവും പരിണാമ വിധേയമായിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ചിഹ്ന വ്യവസ്ഥയിലെ എല്ലാ ബന്ധങ്ങളും വിവക്ഷ മാറുന്നതിനനുസരിച്ച്, അതിൻ്റെ അർത്ഥം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളാണ് നൽകുന്നതെന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ ഉണ്ടായി. ഈ കാഴ്ചപ്പാട് തർജ്ജമ സിദ്ധാന്തങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. തർജ്ജമ പഠനം സംസ്കാര പഠനമായി മാറിയതും ഈ ഘട്ടത്തിലാണ്. സമതുല്യത അനാവശ്യവും അപ്രസക്തവുമായി തീരുകയും ചെയ്തു. അതോടുകൂടിയിട്ട് കൃതികളും തർജ്ജമകളും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാൻ പുതിയ രൂപങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തർജ്ജമ ഭാര്യയെപ്പോലെയാണ്, സുന്ദരിയാണെങ്കിൽ അവിശ്വസ്തത, അല്ലെങ്കിൽ അവിശ്വസ്തതയുള്ള ആൾ, വിശ്വസ്തതയാണെങ്കിലോ അത് വിരൂപ എന്നാണ് ഫ്രഞ്ച് പഴമൊഴി. തർജ്ജമയിൽ മേലാളനും കീഴാളരുമാണ് ഉള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ മൂലകൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതിയോട് മറ്റു ഭാഷകളിലുള്ള കൃതികൾ വിശ്വസ്തത പുലർത്തണം. അവയ്ക്ക് മൂലകൃതിയോട് ബന്ധപ്പെട്ട് മാത്രമാണ് അസ്തിത്വവും മാന്യതയും ലഭിക്കുന്നത്.
ഫ്രഞ്ച് പഴമൊഴിയുടെ തർജ്ജമയിലെ വിശ്വസ്തതാവാദത്തിലും മറഞ്ഞിരിക്കുന്നത് ഈ അധികാരക്കളി തന്നെയാണ്. അത് തിരിച്ചറിയുന്നു എന്നതാണ് സമകാലീന തർജ്ജമാ പഠനങ്ങളുടെ സവിശേഷത. തർജ്ജമാ പഠനത്തെ സമമൂലവാദത്തിൻ്റെ അഴുക്കുചാലുകളിലൂടെ വലിച്ചേക്കുന്നവരും കാൽപ്പനിക വികാര പാരവശ്യങ്ങളുടെ ചുഴികളിലേക്ക് തള്ളിവിടുന്നവരും സംസ്കാര പഠനത്തിൽ ഉൾത്തെളിവുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സമമൂല സിദ്ധാന്തം ഒരിക്കലും എന്തിന് അനുയോജ്യമല്ല, തർജ്ജമ ചെയ്യുന്നതിന് അനുയോജ്യമല്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥം. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് അങ്ങനെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. തർജ്ജമയിൽ ഇടപെടുകയും അതിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന അധികാരമുഖമാണ് എന്ത്? രാഷ്ട്രീയം. വ്യാകരണ പദാവലികൾ ഉപയോഗിച്ചാൽ തർജ്ജമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. 1 വ്യാപാരം, അതാണ് സാഹിത്യ തത്വം. 2 തർജ്ജമാ ഫലം, അതാണ് രാഷ്ട്രീയം. സംസ്കാരത്തിൻ്റെ പ്രക്രിയയാണ് തർജ്ജമയുടെ വ്യാപാരവും ഫലവും യഥാക്രമം സാഹിത്യവും രാഷ്ട്രീയവുമായിട്ട് അർത്ഥം നേടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തർജ്ജമയെ അർത്ഥമാക്കുന്നത് സംസ്കാര പഠനമാണ്, അല്ലെങ്കിൽ അർത്ഥം ഉള്ളതാക്കി മാറ്റുന്നത് സംസ്കാര പഠനമാണ്. ആ നിലയ്ക്ക് സംസ്കാര പഠനത്തിന് മാത്രമേ തർജ്ജമാ പഠനമായിട്ട് പരിണമിക്കാൻ കഴിയുകയുള്ളൂ. തർജ്ജമ മൊഴിമാറ്റത്തിനപ്പുറമാണ് എന്ന് തിരിച്ചറിഞ്ഞ സൊഹാർ, അതുപോലെ ലെ ഫെവറെ തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങൾ അതിനെ ഒരു സാംസ്കാരിക സംരംഭമായിട്ടാണ് പരിഗണിക്കുന്നത്. തർജ്ജമയുടെ ആത്മീയ സ്വഭാവം അംഗീകരിക്കുന്നതാണ് പുതിയ പഠനങ്ങൾ. തർജ്ജമ അത് കടന്നു ചെല്ലുന്ന ഭാഷയുടെ സാഹിത്യ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. സാഹിത്യത്തെ അനേകം പാളികൾ അല്ലെങ്കിൽ അടരുകളുള്ള ഒരു ബഹുമുഖ വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കി അതിൽ തർജ്ജമ നടത്തുന്ന ഇടപെടലിൻ്റെ സാഹിത്യവും രാഷ്ട്രീയവും വിശദീകരിക്കുന്നതാണ് ഉത്തമ തർജ്ജമ പഠനം. തർജ്ജമയായി വരുന്ന കൃതി ചിലപ്പോൾ പുതിയൊരു സാഹിത്യ മേഖലയുടെ കേന്ദ്രബിന്ദുവായി പരിണമിച്ച് സാഹിത്യ വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിമറിച്ചു കളയും എന്നും ലേഖകൻ പറയുന്നുണ്ട്. സംസ്കൃതത്തിൽ നിന്നും ശാകുന്തളം തർജ്ജമ, ഫ്രഞ്ചിൽ നിന്നുള്ള ഭാവങ്ങൾ എന്ന നോവല്, മൊപ്പസാങ്ങിൻ്റെ ചില കഥകൾ തുടങ്ങിയവ നമ്മുടെ സാഹിത്യ വ്യവസ്ഥയിൽ വരുത്തിയ മാറ്റം അതിന് ഉദാഹരണമാണ്. ആര്, ആർക്കുവേണ്ടി, എങ്ങനെ, എന്തിന് തർജ്ജമ ചെയ്തു എന്ന ചോദ്യ പരമ്പരയുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ നിലയിൽ തർജ്ജമ പഠനങ്ങൾക്ക് മാതൃകാപരമായ തുടക്കം കുറിക്കുക എന്ന് ലേഖകൻ പറയുന്നുണ്ട്. മൂലത്തിൻ്റെ വ്യതിരിക്തത ലക്ഷ്യഭാഷയിൽ നിലനിർത്തുന്ന തർജ്ജമ, അതുപോലെ ലക്ഷ്യഭാഷയിൽ അലിഞ്ഞു ചേർന്ന് പോകുന്ന തർജ്ജമ, പിന്നെ ഒരു പുതിയതായി ലക്ഷ്യഭാഷയിൽ മാന്യസ്ഥാനം നേടിയ കാനോനിൻ്റെ കേന്ദ്രമായി വികസിക്കുന്ന തർജ്ജമ. കാനോൻ എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ നിയമം എന്നർത്ഥമല്ലോ കേട്ടോ. അങ്ങനെ ഈ രീതിയിൽ തർജ്ജമകൾ വർഗീകരിച്ച് പഠിച്ചാൽ ചർച്ചയും വ്യാഖ്യാനവും സിദ്ധാന്തീകരണവും എളുപ്പമാവുമെന്നും ലേഖകൻ പറയുന്നുണ്ട്. ഓരോ തർജ്ജമയും അനുഷ്ഠിക്കുന്ന സാംസ്കാരിക ധർമ്മം മുൻനിർത്തിയാവണം അതിൻ്റെ പര്യാപ്തി, അതേപോലെ തന്നെ സമതുല്യതയും ഒക്കെ തിട്ടപ്പെടുത്തേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഭാഷയിലെയും ബഹുമുഖ സാഹിത്യ വ്യവസ്ഥയുടെ ഭാഗമായ കെട്ടുപാടുകൾ അനുസരിച്ചാണ് തർജ്ജമയുടെ നിലയും വിലയും. ഇത്രത്തോളം എത്തുമ്പോൾ തർജ്ജമ ഒരു സാമൂഹിക പ്രവൃത്തിയായി കണക്കാക്കപ്പെടും. മറ്റെല്ലാ സാമൂഹിക വ്യവഹാരങ്ങളും എന്ന പോലെ തന്നെ തർജ്ജമയിലും അധികാരവും അറിവും തമ്മിലുള്ള ബന്ധം നിർണായകമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇവയെ കൂട്ടിയിണക്കി വാക്കിൻ്റെ തീർച്ചയും മൂർച്ചയും സർഗാത്മകതയും വിശദീകരിച്ചും വാക്കിൻ്റെ കൂടെയുള്ള ലോകബോധത്തെ ഗൗനിച്ചും തർജ്ജമാ സിദ്ധാന്തം വികസിച്ചിരിക്കുന്നു. സാംസ്കാരിക വ്യത്യാസങ്ങളുടെ അനിശ്ചിത ധ്രുവങ്ങൾക്കിടയിൽ അപൂർണമായി തുടരുന്ന ക്ലേശകരമായ, അതായത് പ്രയാസമേറിയ പ്രവൃത്തിയായി തർജ്ജമ വിശദീകരിക്കപ്പെടുന്നു. ഹോമി കെ ഭാഭ, ഗായത്രി സ്പിവാക്ക് തുടങ്ങിയവരുടെ തർജ്ജമാ സിദ്ധാന്തങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. ജനത, ഭാഷ, സംസ്കാരം, കർത്തൃത്വം തുടങ്ങിയവയുടെ സുനിശ്ചിതത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന സംവേദ പ്രക്രിയയെ ഒരു സാംസ്കാരിക പ്രശ്നമാക്കി വികസിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് കൊളോണിയൽ, ഫെമിനിസ്റ്റ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന സൈദ്ധാന്തിക സമീപനങ്ങൾ നൽകുന്ന വെളിപാടുകളാണ് ഇവരുടെ രചനകളിലുള്ളത്. ഏത് തർജ്ജമയും അപൂർണമാണെന്നും പക്ഷപാതപരമാണെന്നും സ്പിവാക്ക് സമർത്ഥിക്കുന്നുണ്ട്. തർജ്ജമക്കാരൻ്റെ നിലപാട് വേർതിരിച്ചറിഞ്ഞാലേ തർജ്ജമയുടെ സാഹിത്യവും രാഷ്ട്രീയവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തർജ്ജമയിലൂടെ തെളിഞ്ഞു കിടന്ന ആൾരൂപം ആരുടേതാണ്? തർജ്ജമക്കാരൻ്റേതാണ്. ആരാണോ തർജ്ജമ ചെയ്യുന്നത് അയാളുടേതാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ തർജ്ജമയിലെ പുരുഷ കളങ്കം നീക്കിക്കളയാൻ ഫെമിനിസ്റ്റുകൾ തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഫുള്ള് ബൈബിൾ ആരെ തർജ്ജമ ചെയ്തിട്ടുള്ളൂ? പുരുഷന്മാർ മാത്രമേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. തർജ്ജമയുടെ രഹസ്യങ്ങൾ തേടിയിറങ്ങുന്ന ഗവേഷകർ ഓരോ ഭാഷയിലെയും തർജ്ജമാ സങ്കല്പത്തിൻ്റെ അടരുകൾ വേർതിരിച്ച് നോക്കേണ്ടതുണ്ട്. മലയാളത്തിൽ തർജ്ജമ, അനുകരണം, സ്വതന്ത്ര തർജ്ജമ, ആശയാനുവാദം എന്നെല്ലാം വേർതിരിച്ച് പറയുന്നതിൻ്റെ പൊരുൾ
തിരക്കാൻ ആര് തയ്യാറാവണം? തർജ്ജമ ഗവേഷകർ തയ്യാറാവണം, അല്ലെങ്കിൽ ഇത് അവരുടെ കടമയാണ്. പഠനം തർജ്ജമയിൽ പ്രത്യക്ഷമാകുന്ന കർത്തൃത്വത്തെക്കുറിച്ചുള്ള അന്വേഷണമായി വികസിക്കണമെന്നാണ് ലേഖകൻ പറയുന്നത്. തർജ്ജമയുടെ മൂല്യനിർണ്ണയം തന്നെ തർജ്ജമക്കാരൻ്റെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാവണം. ഇത്തരം പഠനത്തിൽ ഒരു തർജ്ജമയും എന്താവില്ല? ചീത്ത തർജ്ജമയാവില്ല. ഓരോ തരം ബുദ്ധിവിസ്താരങ്ങൾ എന്ന നിലയിൽ തർജ്ജമയെ വിലയിരുത്താൻ അവസരമുണ്ടാക്കുന്നു. തർജ്ജമക്കാരനെ നവീന തർജ്ജമ പഠനം അതുപോലെ എങ്ങനെയാണ് കാണുന്നത്? സംവിധായകനോടാണ് ഉപമിക്കുന്നത്. ലിഖിത പാഠത്തെ അരങ്ങിന് വേണ്ടി വ്യാഖ്യാനിക്കുന്ന സംവിധായകനെ പോലെയാണ് തർജ്ജമക്കാരൻ എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അരങ്ങിലെ വഴക്കങ്ങൾ പോലെയാണ് ഭാഷയിലെ പാരമ്പര്യങ്ങൾ. സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഭാഷാ പ്രസ്ഥാനങ്ങൾ, ചിന്താധാരകൾ തുടങ്ങിയവയൊക്കെ ഭാഷയുടെ വഴക്കങ്ങളിൽ ഉൾപ്പെടും. വെള്ളക്കാരൻ പൗരസ്ത്യദേശത്ത് നിന്നുള്ള കൃതികൾ തർജ്ജമ ചെയ്യുമ്പോൾ അവയെല്ലാം യൂറോപ്യൻ വഴക്കത്തിലേക്ക് മെരുക്കിയെടുക്കുകയാണ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അതിപ്രാചീന ബൗദ്ധ പഠനങ്ങളുടെ ഇംഗ്ലീഷ് തർജ്ജമകളിൽ ക്രിസ്തു, കാന്റ്, ഫ്രോയിഡ്, യുങ്, വിറ്റ്ഗൻസ്റ്റൈൻ തുടങ്ങിയവരുടെ സ്വരങ്ങളാണ് കേൾക്കുന്നതെന്ന് പരാതിപ്പെടുന്ന തർക്കവും തർജ്ജമയിലെ കൊളോണിയൽ രാഷ്ട്രീയമാണ് വെളിവാക്കുന്നത്. 1599 ഉദയംപേരൂർ സുനഹദോസ് ഒരു ഗ്രന്ഥമാണ് കേട്ടോ. മലയാള കാനോൻ യൂറോപ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഇഷ്ടപടി അതിൽ കൂട്ടലും കിഴിക്കലും നടത്താൻ വെള്ളക്കാരനൊരു മടിയും തോന്നിയിട്ടില്ല എന്നാണ് സക്കറിയ പറയുന്നത്. ബ്രിട്ടീഷുകാരുമായി പഴശ്ശിരാജയെ പോലുള്ള നാടുവാഴികൾ നടത്തിയ കത്തിടപാടുകളും ഇപ്രകാരം ഇംഗ്ലീഷുകാരെന്ത് ചെയ്തിട്ടുണ്ട്? വഴക്കങ്ങളിലാക്കി തർജ്ജമ ചെയ്തിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മഹാശ്വേതാദേവിയുടെ ദായിനിയെ വെസ്റ്റ്നേഴ്സ് ആക്കാൻ സാഹിബിന് ഒരു മടിയും ഉണ്ടായില്ല എന്നും ലേഖകൻ പറയുന്നു. ഗായത്രി സ്പിവാക്ക് നോവലിൻ്റെ ശീർഷകം ബ്രസ്റ്റ് ഗിവർ എന്നാക്കിയതിൻ്റെ ഔചിത്യമാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ദേവിയുടെ ഭാഷയിലുള്ള മുള്ള് ഇംഗ്ലീഷ് ഭാഷയുടെ നിരപ്പിന് വേണ്ടി പിഴുതു കളയരുതെന്നാണ് സ്പിവാക്കിൻ്റെ. എന്ന് പറഞ്ഞാൽ മഹാശ്വേതാദേവിയുടെ എഴുത്തിലൊരു മുള്ളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടേണ്ട ചില ഒരു കാര്യമുണ്ട് അതിൽ. അതിനെന്താക്കരുത്? നിരപ്പാക്കരുത് എന്ന് സ്പിവാക്ക് പറയുകയാണ്. ഇത്തരം സമീപനം തർജ്ജമയുടെ സാഹിത്യതയും അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദവും പാഠ്യത്വവും അതുപോലെ തന്നെ അതിൻ്റെ ഭാവതരംഗവും നശിപ്പിക്കുമെന്നാണ് സൂസൻ ബാസ്നെറ്റിൻ്റെ നിലപാട്. സാഹിത്യ തത്വം മുൻനിർത്തിയാലും തർജ്ജമയിലെ രാഷ്ട്രീയം മറന്നു കളയരുത് എന്ന് പറയുന്നുണ്ട്. അധികാരം ഭാഷയുടെ ഇടനാഴികളിൽ നിൽക്കുന്ന എന്ന ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. തർജ്ജമയിൽ ഉൾപ്പെടുന്ന കൃതി മൂലഭാഷയിലും ലക്ഷ്യഭാഷയിലും എന്ത് പങ്കുവഹിക്കുന്നു എന്ന അന്വേഷണം സാംസ്കാരിക പഠനത്തിൻ്റെ സംഘർഷഭൂമിയോളം ഗവേഷകനെ എത്തിക്കും. അവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഇന്നത്തെ തർജ്ജമ പഠനങ്ങളേറെ വിലമതിക്കുന്നതാക്കും. തർജ്ജമ ഒരു തരം വ്യാഖ്യാനമാണ്, അഴിച്ചുകൂട്ടലാണ്. അതിനാൽ തർജ്ജമയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കൂടിയ തോതിൽ പുനരാഖ്യാനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ബാധകമാണ്. ബ്രസീലിലെ പോസ്റ്റ് കൊളോണിയൽ പഠനം തർജ്ജമയെ മാംസഭോജനത്തോടാണ് ഉപമിക്കുന്നത്. ഹാരോൾഡ് കാമ്പോർഡും അഗസ്തോ കാമ്പോർഡുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മുഖ്യ വക്താക്കളും പ്രയോക്താക്കളും. അവൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ച് നരഭോജികൾ പരിപോഷണം തേടുന്നതുപോലെ യൂറോപ്യൻ കൃതികൾ തർജ്ജമയിലൂടെ ഉൾക്കൊണ്ട് ബ്രസീലിയൻ സാഹിത്യം പരിപുഷ്ടി നേടിയെന്ന് പറയണം. അസുഖകരമായിട്ട് തോന്നിയേക്കാവുന്ന ഈ രൂപകം പോസ്റ്റ് കൊളോണിയൽ, പോസ്റ്റ് മോഡേൺ എന്ത് ചെയ്തിട്ടുണ്ട്? തർജ്ജമ സിദ്ധാന്തത്തിൻ്റെ കാതലാണ്. ഒരുതരം രക്തസംക്രമണമാണ് ബ്രസീലിയൻ സിദ്ധാന്തമനുസരിച്ച് തർജ്ജമ എന്ന് പറയുന്നു. ഇവിടെ മൂലകൃതിക്ക് സംഭവിക്കുന്ന സ്ഥാനഭ്രംശം പോസ്റ്റ് കൊളോണിയൽ പഠനത്തിൻ്റെ ജ്ഞാനസമുച്ചയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. മൂലപഠനത്തെ സ്വാഭാവികമായിട്ടും ആവശ്യമനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് തർജ്ജമ എന്ന ബ്രസീലിയൻ സിദ്ധാന്തം തർജ്ജമക്കാരെ യക്ഷികളുടെ നിരയിലേക്ക് മാറ്റി നിർത്തുന്നു എന്നും നമ്മുടെ ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. കനേഡിയൻ തർജ്ജമ സിദ്ധാന്തക്കാരെ, വിശിഷ്യ ഫെമിനിസ്റ്റുകൾ തങ്ങളുടെ ദൗത്യം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഭാഷാപരമായ കണ്ടുപിടുത്തമാണ് തർജ്ജമക്കാരുടെ നിയോഗമെന്നും അവരുടെ പ്രവർത്തനം വഴി മൂലകൃതിയുടെ സമ്പത്ത് വർദ്ധിക്കുമെന്നും അവർ സിദ്ധാന്തിക്കുന്നു. ബ്രസീലിയൻ തർജ്ജമക്കാരും തർജ്ജമയെ അതിക്രമമായി സങ്കല്പിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യവുമാണ്. തർജ്ജമ മൂലകൃതിയിൽ നിന്ന് തുടങ്ങി ഒരു ഊസലുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അതിലെ പറയുന്ന അതിക്രമം. അപ്പോൾ എന്താണ്? പുരാണ ഇതിഹാസങ്ങളുടെ കാര്യത്തിൽ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും നല്ല അതിക്രമങ്ങൾ തന്നെയാണെന്ന് നമ്മുടെ ലേഖകനും പറയുന്നു. അങ്ങനെ അതിക്രമങ്ങളിലൂടെ ഓരോ ഭാഷക്കാരുടെയും മഹാഭാഷകൾ വികസിക്കുകയാണ്. ഒരു ഭാഷയിൽ നിന്ന് ലോകം മറ്റൊരു ഭാഷയിലേക്ക് പകരുക എന്ന തർജ്ജമയെ സംബന്ധിച്ച പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ കാലഹരണപ്പെട്ടൊരു വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്കുള്ള പൊളിച്ചെഴുത്ത് എന്ന നിലയിലേക്ക് മാറിയതിൻ്റെ വിവരങ്ങളാണ് ലേഖകൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് മൂലഭാഷയിൽ നിന്നും ലക്ഷ്യഭാഷ
ഭാഷയിലേക്കുള്ള മൊഴിമാറ്റമല്ല ഇന്നത്തെ തർജ്ജമകൾ. മാനവിക സാമൂഹിക ശാസ്ത്ര പഠനങ്ങളിലെല്ലാം ഉണ്ടായ പരിണാമങ്ങൾ തർജ്ജമാ പഠനത്തിനും ബാധകമാണ് എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നുമുണ്ട്. വിശ്വാസ്യതയേക്കാൾ സ്വതന്ത്രത നിലനിർത്തുന്ന രൂപത്തിലുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ തർജ്ജമയുടെ മൂല്യം. പഴയ തർജ്ജമാ പഠനങ്ങളെയെല്ലാം ഒരു പൊളിച്ചെഴുത്തിന് സജ്ജമാക്കുന്നതാണ് ഈ ലേഖനം. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഒരു യൂണിറ്റ് കൂടിയുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്താൽ പ്രായോഗിക മലയാളം തീരും കേട്ടോ. ഓക്കെ, താങ്ക്സ്.